കശ്മീരിൻ്റെ അവിടെയുള്ള അതിര് അല്ലെങ്കിൽ ചൈനക്കാരുമായിട്ടുള്ള അതിരെന്ന് ഞാൻ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അച്ഛൻ്റെയൊക്കെ വകയാണെന്ന് തോന്നുന്നു ഈ രാജ്യമൊക്കെ. ഇത് മനുഷ്യ സങ്കല്പം മാത്രമല്ലേ, മനുഷ്യർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കേണ്ട സ്ഥലങ്ങൾ മാത്രമാണ്. പ്രാകൃതമായ പഴയകാല രാജാക്കന്മാരുടെ ബോധത്തിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യ കാലത്ത് ഈ രാജ്യങ്ങളെ പറ്റി സംസാരിക്കരുത്. നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണെന്നൊക്കെ പറയരുത്. മനുഷ്യർ വെറുതെ ആലോചിക്കുന്ന അതിർത്തികളല്ല ലോകത്ത് അതിർത്തികളുണ്ട്. രാജ്യം പോലും അങ്ങനെ ഇല്ല, അതിർത്തികൾ മാറുന്നതാണ്. കേരളത്തിന് തിരുവിതാംകൂറിൻ്റെ അതിർത്തിയാണ് ഈ അരൂക്കുറ്റി എന്ന് പറയുന്നതും പമ്പ എന്ന് പറയുന്നത്. പണ്ട് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ട് പമ്പ കടന്നു എന്ന് എഴുതും. ഈ പമ്പ കടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യരാജ്യത്ത് പോയെന്നാണ്. ആ അന്യരാജ്യമാണ് ഈ കൊച്ചി. ഇത്രയും അസംബന്ധം പിടിച്ച ഒരു സങ്കല്പം ഇല്ലേ മനുഷ്യരുടെ ഈ അതിര് ബോധം. ഒരു വീട്ടിലുള്ള ഒരു ഭാഗം വെച്ചിട്ട് തമ്മിൽ അങ്ങോട്ട് വെട്ടിച്ചാകും. ഈ അതിരിന് വേണ്ടിയല്ലേ ചാകുന്നത്? മനുഷ്യർ സങ്കല്പിക്കുന്ന അതിരല്ലാതെ ലോകത്തില്ല. ഭൂമിയിൽ ഈ അതിരുകളെല്ലാം മനുഷ്യസങ്കല്പം മാത്രമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ്. നമുക്ക് എല്ലാവർക്കും വളരെയധികം രസകരമായി, വളരെയധികം സമ്പന്നതയോടെ, വളരെയധികം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭൂമിയാക്കി മാറ്റാൻ മനുഷ്യർ വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ്. അതില്ലാതാക്കുന്ന ഈ പ്രാകൃതന്മാരായിരിക്കുന്ന ദേശസ്നേഹികൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യസ്നേഹികളെന്നും ദേശസ്നേഹികളെന്നും പറയുന്ന വിദ്വാന്മാർ കാരണമാണ്. പരസ്പരം അടിക്കാനും പരസ്പരം കീഴ്പ്പെടുത്താനും മറ്റുള്ളവരെ തോപ്പിക്കാനും ഇരിക്കുന്ന ബോധമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ദേശീയത എന്ന് പറയുന്നത് ഏറ്റവും പ്രാകൃതമായ വികാരത്തിലൊന്നാണ്. ജാതി മതം പോലെ തന്നെയാണത്, ഒരു വ്യത്യാസവും ഇല്ല. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ് ദേശീയത. ഇതാണ് ഞാനീ പറയുന്നത്. ഒരു രാജ്യം നമ്മൾ നിർമ്മിക്കുന്നത് അപ്പുറത്തുള്ള ആൾക്കാരെ നമുക്കും കൂടെ ചേർന്ന് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറയും. നമ്മൾ എന്തിനാണ് തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല എന്ന് തിരിക്കുന്നത്? എന്തിനാ? രാജ്യമല്ലേ, ഇതിനാ തിരിച്ച്? ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വലുതായാൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമല്ല എന്നറിയുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ല തൃശ്ശൂർ ജില്ലക്കാരനും എറണാകുളം ജില്ലക്കാരനും കൂടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തമിഴ്നാട്ടുകാരനും കേരളത്തുകാരും കൂടെ പണ്ട് ഇഷ്ടം പോലെ യുദ്ധം ചെയ്തവരില്ലേ? എന്താ ഇപ്പം പിന്നെ യുദ്ധം ചെയ്യാത്തത്? അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നമ്മൾ മാറ്റിയതല്ലേ ഇതെല്ലാം. ഇവിടെ ഈ കേരളത്തിനകത്തുനിന്ന് നടന്ന് നമുക്ക് പഞ്ചാബ് വരെ പോകാൻ പറ്റുന്ന രാജ്യമായി മാറിയില്ലേ? ഇത്രയും ലളിതമായിട്ട് ചെയ്യാൻ എത്ര യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു? 2 ലോകമഹായുദ്ധം നടന്നത് യൂറോപ്പിലല്ലേ? ഫ്രഞ്ച് വാർഫെയർ ഉണ്ടായ സ്ഥലമല്ലേ ജർമ്മനിയും ഫ്രാൻസും. അവിടെ ഇപ്പോൾ അവർ ചെങ്കൻ വിസയിൽ എങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? അവിടെ ഭയങ്കര യുദ്ധം നടന്നിരുന്ന സ്ഥലങ്ങളാണ്. അവരെങ്ങനെ യുദ്ധം നടത്തിയത്? അതിനെയാണ് മനുഷ്യരുടെ മനസ്സിൻ്റെ വികാസം കൊണ്ടാണ്